ഹായ് ഫ്രണ്ട്സ്, നമുക്ക് യൂട്യൂബിൽ ഓരോ ഷോർട്സ് കണ്ടുകൊണ്ടിരുന്നല്ലോ. ഇതെന്താണ് ഫ്രണ്ട്സിനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു ഡമ്മി കേക്ക് ഉണ്ടാക്കിയാലോ? അവർക്ക് പ്രാങ്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഇത്. ഞാൻ റീപോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കുകളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡമ്മി കേക്ക്. തെർമോക്കോൾ ഇങ്ങനെ പല വലുപ്പത്തിലോ വട്ടത്തിലോ നീളത്തിലോ ചതുരത്തിലൊക്കെ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് സൈഡിൽ ഇതുപോലെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇതൊരു കോൽ ഇങ്ങനെ കുത്തി ഇതിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് ഇതുപോലെ അടക്കി വെക്കാം. ഒരു പാൻ കേക്കിന്റെ ഷേപ്പ് പോലെ ഇല്ല ഗൈസ്. എന്നിട്ടുണ്ടല്ലോ അത് ഇതുപോലെ സ്റ്റിക്ക് ഇറക്കി അങ്ങോട്ട് അമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ അവിടെ നിന്ന് അനങ്ങത്തില്ല കേട്ടോ. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ വോൾപുട്ടി എടുത്തിട്ട് കുഴച്ചങ്ങോട്ട് കുറച്ച് കളറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിങ്കോ ബ്ലൂ ഒക്കെ ആക്കി കൊടുക്കാവേ. ഞാനൊരു ലൈറ്റ് പിങ്ക് ആണ് കൊടുക്കുന്നത്. ലൈറ്റ് പിങ്ക് അല്ല ഗൈസ്, ലൈറ്റ് ബ്ലൂ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്തെടുക്കാവേ. ഞാൻ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നിലനിർത്തിയത്. എനിക്ക് അങ്ങനെ കാണാനാണ് ഇതിന്റെ ഇഷ്ടം. പിന്നെ ഇതുപോലെ കുറച്ച് ഗ്ലിറ്ററിംഗ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡമ്മി കേക്ക് കണ്ടിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നിയെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തന്നിട്ട് പോണേ. അപ്പൊ അത്രയുള്ള എന്താ പേര്? അങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ട് ബോറടിച്ചിരുന്നു കേട്ടോ. ഓരോ വീഡിയോ ഒക്കെ കണ്ട് ബോറടിച്ചിരുന്നു. കോഫി ഫ്രോത്ത് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? നീനുമ ഉണ്ട് കേട്ടോ. ഇന്ന് ഫ്രോത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കോഫി എടുക്കണം. ഇനിമ ഇതെന്തുവാ? ചായ, കോഫി, ഇത് പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയാണ് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗൈസ് നമുക്ക് ഈ ഫ്രോത്തറെ ഫ്രിഡ്ജിൽ ഫ്രീസ് ആവാൻ വെക്കാവേ. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് കോഫി ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊരു ഷേക്ക് ഒക്കെ ആക്കി കുടിച്ച് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഏത് മോഡ്, സാരി മോഡ്, ഏത് മോഡ്, സെക്കൻഡ് മോഡ്, ഏത് മോഡ്, പായസ മോഡ്, ഓർമ്മ മോഡ്, മുണ്ട് മോഡ്. 5 साल की मेहनत के बाद अपनी അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഗെയിം കളിക്കാമെന്ന്. ഈ ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. ഗെയിം എടുത്തു ഗൈസ്. ഗെയിം എടുത്തതും എന്തോ ഒരു പ്രശ്നം ഞാൻ കണ്ടു. എന്ത് പ്രശ്നമാണ് ഗൈസ് ഞാൻ കണ്ടത്? എന്തോ സ്വപ്നമാണെന്ന് തോന്നുന്നു ഗൈസ്. എന്നാലും കുഴപ്പമില്ല. ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഇപ്പം ഏകദേശം രാത്രി ഒരു 10-15 ആയി കാണും ഗൈസ്. 10-15 അന്നേരമാണ് ഗൈസ്. എനിക്ക് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് ഈ ഗെയിമൊക്കെ ഇങ്ങനെ കളിക്കാൻ തോന്നുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതെന്താണ് എങ്ങനെയാണ് എന്നൊന്നും ആരും എനിക്ക് കമൻറ്റ് ഇട്ടില്ല കേട്ടോ. നിങ്ങൾ ഇട്ട് നോക്കുക. ഇടരുതെന്നല്ല, എന്തുകൊണ്ടാണ് രാത്രി കളിക്കുന്നത് എന്നൊന്നും ആരും ഇടരുത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കയറി വന്ന് നമ്മൾ പൈസയ്ക്ക് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ പിസയിലേക്ക് കൊണ്ടിടുന്നു. നമ്മളൊരു ഇതങ്ങ് വാങ്ങിച്ചു. നമുക്കിനി ഒരു ടേബിളും കൂടെ വാങ്ങിക്കാനുള്ള പൈസയുടെ പകുതി നമ്മൾ കിട്ടു. ഇനിയും പകുതി ഉണ്ട്. ഇവിടെ എന്തുവാ, നമ്മൾ പൈസ എടുത്ത് നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ വിൽക്കുവാണ്. ഏത് മോഡാണ്? നമ്മളിങ്ങനെ പൈസ ഇങ്ങനെ ഡ്രോപ്പാക്കി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നമ്മളെ ഓരോരുത്തർ കഴിച്ചതിൻ്റെ പ്ലേറ്റൊക്കെ നമുക്കൊന്ന് പറക്കണം. വാഷ് ചെയ്യണം. ഇനിയോടെ 2, 3, 5 ബർഗർ, 4 ബർഗർ എടുത്തുകൊണ്ട് വരണം. നമുക്ക് അത്യാവശ്യം ഇതുകൊണ്ട് 4 ബർഗർ വേണം. നമുക്ക് 4 ബർഗർ എടുത്തുകൊണ്ട് വരട്ടെ ഞാൻ ഗൈസ്. ഞാൻ പോയി ബർഗർ എടുത്തിട്ട് വരാം ഗൈസ്. അന്നേരം ഒരു ബർഗർ അപ്പോഴത്തെ ഞാൻ പോയപ്പോൾ ഏതോ ഒരു കുഴങ്ങായത് പോയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന്. ഒരു ബർഗറുണ്ട് ഗൈസ് എനിക്ക്. ആ ബർഗറും കൊണ്ട് ഞാൻ എന്തെങ്കിലും പുഴുങ്ങി തിന്നും ഗൈസ്. ഇവന് കൊടുത്തിട്ട് ആ ഒരു ബർഗർ എനിക്ക് കിട്ടും ഗൈസ്.
ഗൈസ് എന്ത് ചെയ്യാനാണ് നമ്മളെ പരസ്യമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഗെറ്റ് എന്നൊക്കെ വന്നതൊക്കെ തുടങ്ങി ഗെറ്റ് ഔട്ടെന്നാണ് നമ്മളിത് ഒരാൾക്ക് കൊടുത്തു വേറൊരാൾക്ക് കൊടുക്കുന്നു. ദൈവോടൊരു കുറച്ച് പൈസയുടെ ഡീലിംഗ് ഉണ്ട്, അതും കൂടെ ഒന്ന് കഴിഞ്ഞ് ഇതും കൂടെ എടുത്ത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതും കൂടെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ കഴിയും. ഒത്തിരിയായി നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കാണുന്നവരൊന്നും ഇപ്പോൾ ലൈക്ക് അടിക്കുന്നില്ല. പഴയതുപോലെ ആൾക്കും എന്നോട് വലിയ സ്നേഹമില്ല. നിങ്ങളെല്ലാം കാണുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് എൻ്റെ വീഡിയോക്ക് കമൻറ്റും ഷെയറും സബ്സ്ക്രൈബേഴ്സൊന്നും ഇടാതെ ഇരുന്നാൽ പിന്നെ എനിക്കത് ഫീലിംഗ് ആവില്ലേ? നിങ്ങളൊരു വീഡിയോ ഇട്ട് ആരും അത് മൈൻഡ് ചെയ്തില്ല, നമുക്കത് വിഷമാകും, എനിക്കത് വിഷമാവേ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി കമൻറ്റും ലൈക്ക് പഠിച്ച് പോക്കോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ. ബൈ ബൈ.